ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഡീപ്പ് സെൽ ഓഫിന് ശേഷം ഇന്നൊരു ബെറ്റർ ഓപ്പണിംഗ് ആണ് ഏഷ്യൻ മാർക്കറ്റുകളിൽ. നമ്മളും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അമേരിക്കയിൽ ഇന്നലെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെയാണ് കണ്ടത്. ഫേക്ക് ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഇന്നലെ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. താരിഫ് വിഡ്രോ എന്നുള്ളൊരു ഫേക്ക് ന്യൂസൊക്കെ വന്നിരുന്നു. അതിനുശേഷം വലിയൊരു അപ്വേർഡ് മൊമെൻറ്റം ഒക്കെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിരുന്നു. പക്ഷേ ഈ ന്യൂസ് ഫേക്ക് ആണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും മാർക്കറ്റിലൊരു സെൽ ഓഫ് ഒക്കെ കണ്ടിരുന്നു. ഡൗ ജോൺസ് 349.26 പോയിന്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 11.83 പോയിന്റ് വീക്കായിട്ടും, അതുപോലെ തന്നെ നാസ്ഡാക്ക് 15.4 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 16.92 പോയിന്റ് വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറോപ്പ് നോക്കുകയാണെങ്കിൽ വീക്കായിരുന്നു. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ വീണ്ടും നല്ലൊരു വൊളാറ്റിലിറ്റി കാണുന്നുണ്ട്. അറ്റ് എവരി റൈസിൽ ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് ഒക്കെ ഗോൾഡിൽ വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഗോൾഡിൽ ഇത്തരത്തിലൊരു വൊളാറ്റിലിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഗോൾഡ്മാൻ സാക്സ് പോലുള്ള റിസർച്ച് ഔട്ട്ഫിറ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഈ വർഷം എൻഡോട് കൂടിയിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ടാർഗറ്റ് 3520 അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിന് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. പക്ഷേ അതേസമയം ഗ്ലോബൽ മാർക്കറ്റുകൾ ഉണ്ടായിട്ടുള്ള സെൽ ഓഫിൻ്റെ ഇമ്പാക്റ്റ് മറ്റ് കമോഡിറ്റികളെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ ഒരു സെൽ ഓഫ് ഒക്കെ ചെറുതായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വലിയ ഒരു ക്രാഷ് ഒന്നും ഗോൾഡിൻ്റെ പ്രൈസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് $2,950 പെർ ഔൺസ് വരെയൊക്കെ സ്പോട്ട് ഗോൾഡ് താഴാനുള്ള ചാൻസസ് ഉണ്ട്. ലോങ് ടൈം വ്യൂ പോസിറ്റീവ് തന്നെയാണ്. ഇന്നലെ നമ്മൾ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് കമോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ വീക്കായിട്ടാണ് ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. ഇനി മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് വീണ്ടും 50% താരിഫ് ഇമ്പോസ് ചെയ്യുന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ചൈന പറയുന്നത് ഏത് തരത്തിലുള്ള ത്രെറ്റിനെയും ചൈന ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഒപ്പം പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന വലിയ രീതിയിലുള്ള ലെൻഡിങ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ അനൗൺസ് ചെയ്യും. ചൈന സ്റ്റിമുലസ് പാക്കേജ് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സോവറിൻ ഫണ്ടുകൾ രൂപീകരിച്ചുകൊണ്ട് ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങാനും ചൈന തയ്യാറെടുക്കുകയാണ്. ഇന്നലെ ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിലാണ് ചൈനീസ് സ്റ്റോക്കുകളും വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ത്രെട്ടും ഈ ഒരു താരിഫ് ടെൻഷനും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് കുറച്ച് ദിവസത്തേക്കെങ്കിലും. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ കാണിക്കുന്നത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ഒപ്പോസിഷനാണ് ട്രംപിൻ്റെ തീരുമാനങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു ഡൈലൂഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന BYDക്ക് ഇന്ത്യയിൽ എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഇത് EV വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ EV വെഹിക്കിൾസിൻ്റെ പ്രൈസ് കുറയാൻ കാത്തിരിക്കുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. ഒപ്പം അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള കാർ ഇമ്പോർട്ടിന്മേൽ ഡ്യൂട്ടി കുറയ്ക്കുന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഡൊമസ്റ്റിക് കാറുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അഡാനി പോർട്ട് കൊളംബോ വെസ്റ്റ് ഇൻ്റർനാഷണൽ ടെർമിനൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയിലൊക്കെ വരുന്ന ഒരു പോർട്ടായിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സ് 2210 കോടി രൂപ ഓർഡർ ഡിഫൻസിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഐഫോണിൻ്റെ എക്സ്പോർട്ട്സ് PLI ടാർജറ്റിനേക്കാൾ ഡബിൾ ആയിരിക്കുകയാണ്. 1,50,000 കോടി രൂപ വർത്ത് ഐഫോണുകളാണ് കഴിഞ്ഞ ധനകാര്യ വർഷം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ എക്സ്പോർട്ട്സിൻ്റെ 75% ഇപ്പോൾ ഐഫോണാണ്. ചൈനയുടെ മേലെ വലിയ രീതിയിലുള്ള താരിഫൊക്കെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഐഫോൺ മാനുഫാക്ചറിങ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് അത് ഇന്ത്യയിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. തീർച്ചയായിട്ടും മാർക്കറ്റിലത്തെ വൊളാറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്ത രീതിയിൽ നിഫ്റ്റി ഒരു റീസെൻ്റ് ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ടെമ്പററി ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 21,743.65
റേഞ്ചാണ്. ഫർദറും ഒരുപക്ഷെ ആ ബോട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫർദർ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഗ്ലോബലി വരികയാണെങ്കിൽ ഒരുപക്ഷെ 21,400 വരെയൊക്കെ വന്നേക്കാം. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒരു ഡയലൂഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ട്രംപ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ അതിൻ്റേതായ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മുടെ Q4 റിസൾട്ടുകൾ, ആനുവൽ റിസൾട്ടുകൾ ഇന്ന് മുതൽ വന്നു തുടങ്ങുകയാണ്. ഇന്ന് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സിൻ്റെ റിസൾട്ടാണ് ഇന്ന് വരാൻ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ TCSൻ്റെ റിസൾട്ട് വരാനുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളുടെ റിസൾട്ടുകളൊക്കെ വരാനുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റും നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. PE ഫണ്ടുകൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ സ്റ്റോക്ക് കമ്പനികളെയാണ്. ഹോസ്പിറ്റൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ആസ്റ്റർ DM, അതുപോലെ തന്നെ കോവൈ മെഡിക്കൽ സെൻറ്റർ, ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ അറ്റ് എവരി ഫാളിൽ നല്ല രീതിയിലുള്ള ബൈയിങ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പൊതുവേ ഹോസ്പിറ്റൽ രംഗത്ത് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസുകളൊക്കെ പോസിറ്റീവാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. ഇന്നലെ നല്ല രീതിയിൽ ബൈ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ടു മീഡിയം ടേമിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ നല്ലതാണ്. മാർക്കറ്റ് ഒരു കൺസൾട്ടേഷൻ മൂഡ് കഴിഞ്ഞ് Q4 റിസൾട്ടുകൾ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൊരു കാര്യം വിലയിരുത്തിയതിന് ശേഷം നമുക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കീപ്പ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ലത്. അല്ലാത്ത പക്ഷം വൊളാറ്റിലിറ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. വെരി ലോങ് ടൈമിൽ കീപ്പ് ചെയ്യുന്ന 3 to 5 ഇയർ കീപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.